നമ്മുടെ രാജ്യത്ത് ഹിറ്റ്ലറെ അംഗീകരിക്കുകയും ഹിറ്റ്ലറുടെ മാർഗം ശരിയാണ് എന്ന് പറയുകയും ചെയ്ത ഒരു കൂട്ടരുണ്ട്. അത് RSS ആണ്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി വിവിധ ധാരകൾ ഉൾച്ചേർന്നപ്പോൾ രാജ്യത്തിൻ്റെ ആകെ ഭാഗങ്ങൾ ഒന്നായി മാറുന്ന നിലയാണുണ്ടായത്. അതിൻ്റെ ഫലമായി സ്വാതന്ത്ര്യ സമരത്തിലൂടെ വ്യക്തതയാർന്ന മൂല്യങ്ങൾ ഉയർന്നു വന്നു. ആ മൂല്യങ്ങളാകെ സ്വാംശീകരിച്ചുകൊണ്ടാണ് നാം ഇന്ത്യ നമ്മുടെ ഭരണഘടനയ്ക്ക് രൂപം നൽകിയത്. ആ ഭരണഘടന നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൻ്റെ നെടുന്തൂണായി നിൽക്കുന്ന ഒന്നാണ്. പക്ഷേ നാം കാണേണ്ടത് ആ ഭരണഘടനയോട് ഒട്ടും യോജിപ്പ് RSSനുണ്ടായിരുന്നില്ല, സംഘപരിവാറിനുണ്ടായിരുന്നില്ല. RSS അന്നേ ആ ഭരണഘടനയെ എതിർത്തിരുന്നു. ഭരണഘടന നമ്മുടെ രാജ്യത്തിന് ചേർന്നതല്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. അവർ പകരം നിർദ്ദേശം വെച്ചു. അത് നമ്മുടെ രാജ്യം മനുസ്മൃതി, ആ മനുസ്മൃതിയിൽ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഭരണഘടനയാണ് അംഗീകരിക്കേണ്ടത്. ഇതല്ല. അതുകൊണ്ട് തന്നെ ഇതിനോട് യോജിക്കാനാകില്ല എന്നതായിരുന്നു RSS ആ ഘട്ടത്തിൽ തന്നെ സ്വീകരിച്ച നിലപാട്. ഇവിടെ ഏറ്റവും പ്രധാനമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യം RSS ഒരു കാലത്തും ഈ നയത്തിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നുള്ളതാണ്. എല്ലായ്പ്പോഴും ഇത്തരം നിലപാടുകൾ തന്നെയാണ് അവർ തുറന്നു വന്നിട്ടുള്ളത്. ഇതിൽ ഒരു ഭാഗം പ്രത്യേകം നാം മനസ്സിൽ കരുതണം. അത് ലോകത്ത് ഹിറ്റ്ലർ നടത്തിയ ആക്രമണം, ജർമ്മനിയിലെ നാസിസത്തിൻ്റെ ഭാഗമായി നടത്തിയ കൂട്ടക്കൊലകൾ ലോകമാകെ അതിനെ അപലപിച്ചു. അന്ന് അതിനെ അപലപിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ നമ്മുടെ രാജ്യത്ത് ഹിറ്റ്ലറെ അംഗീകരിക്കുകയും ഹിറ്റ്ലറുടെ മാർഗം ശരിയാണ് എന്ന് പറയുകയും ചെയ്ത ഒരു കൂട്ടരുണ്ട്. അത് RSS ആണ്. അവിടെ വലിയ തോതിലുള്ള വംശഹത്യക്കാണ് ഹിറ്റ്ലർ നേതൃത്വം കൊടുത്തിരുന്നത്. അതിന് RSS ഇട്ടൊരു പേരുണ്ട്. ജർമ്മനിയിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഹിറ്റ്ലർ സ്വീകരിച്ച മാർഗം ഭാരതത്തിന് അനുകരണീയമാണ്. അപ്പോൾ ഹിറ്റ്ലറെ ഒരു മാതൃകാപുരുഷനായി കണ്ട് ഹിറ്റ്ലർ നടത്തിയ ലോകത്തെയാകെ ഞെട്ടിച്ച അരുംകൊലകളെ അതിനെ ന്യായീകരിക്കുന്ന നിലപാടാണ് RSS എടുത്തിരുന്നത്. എന്താണ് അതിൻ്റെ എല്ലാം പിന്നിലുള്ള പൊരുൾ? RSS വ്യക്തമായി ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു. അത് ഹിറ്റ്ലറുടെ നയത്തിൽ നിന്ന് ഒട്ടും വ്യത്യസ്തമായിരുന്നില്ല. ഹിറ്റ്ലർക്ക് ഒരു നയമുണ്ടായിരുന്നു. ജർമ്മനിയിൽ ഹിറ്റ്ലർ എതിർത്തത് അല്ലെങ്കിൽ ആഭ്യന്തര ശത്രുക്കളായി കണ്ടത് രണ്ട് കൂട്ടരെയാണ്. അതിൽ ഒന്ന് അവിടുത്തെ ന്യൂനപക്ഷം, മറ്റൊന്ന് ബോൾഷെവിക്കുകൾ. ജൂതരവിടെ ന്യൂനപക്ഷമായിരുന്നു.
ബോൾഷെവിക്കുകൾ എന്ന് പറയുന്നത് അന്ന് കമ്മ്യൂണിസ്റ്റുകാരെ വിളിക്കുന്ന പേര്. ഈ രണ്ടിനെയുമാണ് നാസിസം ശക്തമായി എതിർക്കുകയും ജർമ്മനിയുടെ ആഭ്യന്തര ശത്രുക്കളായി ഹിറ്റ്ലർ ചിത്രീകരിക്കുകയും ചെയ്തത്. നമ്മുടെ രാജ്യത്ത് RSS നയം രൂപീകരിക്കുമ്പോൾ RSSൻ്റെ നയം ഏതെങ്കിലും വേദേതിഹാസങ്ങൾ എടുത്തതല്ല, രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉണ്ടായതുമല്ല. ഇവരും RSSഉം ഇവിടെ ആഭ്യന്തര ശത്രുക്കളെ കണ്ടു. ജർമ്മനിയിൽ ന്യൂനപക്ഷത്തെ ഒരു കൂട്ടരെ മാത്രമേ കാണേണ്ടതുണ്ടായിരുന്നുള്ളൂ. ഇവിടെ പക്ഷേ രണ്ട് കൂട്ടരുടെ പേര് പ്രത്യേകമായി തന്നെ പറഞ്ഞു RSS. അത് ഒന്ന് മുസ്ലിം, മറ്റൊന്ന് ക്രിസ്ത്യാനി. ഇത് രണ്ടും കൂടിയാൽ ന്യൂനപക്ഷമായി. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ ഹിറ്റ്ലർ പറഞ്ഞ ന്യൂനപക്ഷം വന്നു. അവിടെ ഹിറ്റ്ലർ പറഞ്ഞ ബോൾഷെവിക്കുകൾ ഇവിടെ തയ്യാറാക്കുമ്പോഴേക്ക് കമ്മ്യൂണിസ്റ്റുകാർ എന്നായി. അപ്പോൾ മുസ്ലിമും ക്രിസ്ത്യാനിയും കമ്മ്യൂണിസ്റ്റുകാരും ഭാരതത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കളാണ് എന്നതാണ് RSS അംഗീകരിച്ച നിലപാട്. അവിടെ ഹിറ്റ്ലർ സ്വീകരിച്ച സമീപനം ഈ പറയുന്ന ആഭ്യന്തര ശത്രുവായി മുദ്രകുത്തപ്പെട്ട വിഭാഗങ്ങളെ നിഷ്കാസനം ചെയ്യലായിരുന്നു, കൂട്ടക്കൊല നടത്തലായിരുന്നു. അതിൻ്റെ ഭാഗമായി അവിടെയുള്ള ജൂതരെ വലിയ തോതിൽ കൊന്നൊടുക്കി. കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെയും വിവിധ ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടത്തി. ഇതാണ് ഇവിടെ മാതൃകയായിട്ട് കാണുന്നത്.